ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബോച്ചയുടെ ഈ ലക്കി ഡ്രോ ടിക്കറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫിജിക്കാർഡ്.കോമിലൂടെയാണ്. ഫിജിക്കാർഡ്.കോമിലൂടെ 1420 രൂപ വില വരുന്ന ഒരു കിറ്റിലാണ് ഞാൻ ഈ ബോച്ചേട്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 30 ദിവസത്തേക്കുള്ള 30 ലക്കി ഡ്രോ ടിക്കറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു കൂപ്പൺ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. ഏകദേശം 1420 രൂപ നമുക്ക് ഫിജിക്കാർഡിലൂടെ ലഭിക്കുന്ന ഈ കിറ്റിന് 3125 രൂപയാണ് MRP റേറ്റ് വരുന്നത്. ഇതിൽ സോപ്പുകൾ, അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ഹാൻഡ് വാഷ്, ഹെർബൽ ഹെയർ ഓയിൽ, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്. അതോടൊപ്പം 1200 രൂപ വില വരുന്ന ടിക്കറ്റുകളും നമുക്ക് ഈ കൂപ്പണോടുകൂടി, ഈ ടീ പാക്കറ്റിലോടുകൂടി നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി തന്നെ നമുക്ക് ഈ പാക്കറ്റിനകത്തുനിന്നും നമ്മുടെ ലക്കി ഡ്രോ ടിക്കറ്റ് പുറത്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള ഗൂഗിൾ ആപ്പ് സെർച്ച് ചെയ്തുകൊണ്ട് ഗൂഗിളിൽ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു ലെൻസിൻ്റെ എംബ്ലം കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നമ്മളുടെ ടിക്കറ്റിന് മുകളിൽ വെക്കുകയാണെങ്കിൽ bochetti.com എന്നുള്ള ഈ ഒരു ലിങ്ക് തെളിഞ്ഞു വരുന്നതാണ്. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി നമ്മുടെ ബോച്ചെറ്റിയുടെ രജിസ്ട്രേഷൻ വെബ്സൈറ്റിലേക്ക് നമുക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്കാൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ കോളത്തിൽ എൻ്റെ പേര്, അതോടൊപ്പം എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ കൂപ്പൺ കോഡ്, നമ്മളുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള കൂപ്പണിൻ്റെ വലതുവശത്ത് ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കൂപ്പൺ കോഡ്. ആ കൂപ്പൺ കോഡാണ് ഈ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കേരളത്തിലാണ്, അപ്പോൾ കേരള ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഏത് റീജിയനിലാണ് നമ്മളുള്ളത്, നമ്മൾ കോഴിക്കോടാണ്, അപ്പോൾ കോഴിക്കോട് എന്ന് കൊടുത്തു. നിങ്ങൾ എവിടെയാണോ ആ റീജിയൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ടു ഡ്രോ ലക്കി ഡ്രോ വൗച്ചർ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് കാണാം. 7+4 11 എന്നുള്ള ആൻസർ ആ കോളത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിനകത്തേക്ക് 30ഓളം ടിക്കറ്റ് നമ്പറുകൾ ഡൗൺലോഡായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ടിക്കറ്റ് നമ്പറുകൾ തുടക്കത്തിൽ ഇതാ മുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മെസ്സേജസ് ഇവിടെ കാണാം. നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ നമ്പറുകൾ ഓർഡർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വരുന്ന ടിക്കറ്റ് നമ്പറുകളെല്ലാം തന്നെ ഇന്നു മുതൽ അങ്ങോട്ട് 30 ദിവസത്തേക്കുള്ള ടിക്കറ്റ് നമ്പറുകളാണ്. ഈ വന്ന ടിക്കറ്റ് നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പറാണ് ഇന്നത്തെ ടിക്കറ്റ് നമ്പറായിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വരുന്ന ടിക്കറ്റ് നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണോ അതാണ് ഇന്നത്തെ ടിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഈ ദിവസത്തെ ടിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് 127 ആണ്. അതായത് ബോച്ചെട്ടി ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആരംഭിച്ചിട്ട് ഇന്ന് 127ാമത്തെ ദിവസമാണ്. ഇനി നമ്മൾക്ക് ബോച്ചെട്ടി വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾക്ക് തൊട്ട് മുൻപേ വന്നിട്ടുള്ള 30ഓളം മെസ്സേജുകളിൽ എല്ലാ മെസ്സേജിനകത്തും നമുക്കൊരു ലിങ്ക് കാണാം. അതിലേതെങ്കിലും ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ലോഗിൻ ആവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് സൈനിങ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 2 തരത്തിൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ OTP ഉപയോഗിച്ചുകൊണ്ടും ലോഗിൻ ചെയ്യാം. ഞാനിവിടെ OTP കൊടുത്തുകൊണ്ടാണ് ഇത്തവണ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഫോൺ നമ്പറാണ് ഡയൽ ചെയ്യുന്നത്. ഇങ്ങനെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വന്നതായിട്ട് കാണാൻ സാധിക്കും. 498159. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇങ്ങനെ സൈൻ ഇൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആ സ്റ്റാർ ഓപ്ഷൻ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള 30 നമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ ടിക്കറ്റ് നമ്പർ അറിയാൻ സാധിക്കുക. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ഈ ഓൾ ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ടിക്കറ്റ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെൻഡിങ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി മുതൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ടിക്കറ്റ് നമ്പറുകളാണ്. അപ്രകാരം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്നും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലോഡ് മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലോഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന ഒരു ടിക്കറ്റ് നമ്പർ, ആ ടിക്കറ്റ് നമ്പറാണ്
നമ്മളുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിൽ കാണുന്ന ആ 3 ലൈൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈസൻസ്, യൂസർ അഗ്രിമെൻ്റ് പോലുള്ള കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നമ്മൾക്ക് ബോച്ചെട്ടി വാങ്ങാൻ സാധിക്കുന്ന കളക്ഷൻ പോയിന്റുകളുടെ ലിസ്റ്റ്, സ്റ്റോർ ലിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഓണേഴ്സ്, അവരുടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ 30 ലക്കി ഡ്രോ ടിക്കറ്റുകൾ നമ്മളുടെ ഫോണിൽ വന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഓരോ ദിവസവും സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. അത് നമ്മളുടെ ഭാഗ്യത്തിനനുസരിച്ച് 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ കാറുകൾ, ഫ്ലാറ്റുകൾ, ഐഫോണുകൾ, അത്തരത്തിലുള്ള നിരവധി സമ്മാനങ്ങൾ ഈ ലക്കി ഡ്രോ ടിക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ലക്കി ഡ്രോ കോൺടെസ്റ്റിലൂടെ ലഭിച്ച പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന 3ാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള, ബോച്ചെട്ടി അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വിന്നിംഗ് ആയിട്ട് 900 രൂപ ഇവിടെ കാണുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതെന്ന് പരിശോധിക്കാം. അതിനാദ്യമായിട്ട് വിഡ്രോ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാനാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളുടെ അക്കൗണ്ട് നമ്പർ, അതോടൊപ്പം അത് ഒരു തവണ കൂടി നമ്മൾ വീണ്ടും കൺഫേം ചെയ്യണം. നമ്മളുടെ ബാങ്കിൻ്റെ IFSC കോഡ്, അതേപോലെ തന്നെ ബാങ്കിൻ്റെ പേര്, നമ്മളുടെ മെയിൽ ID, ഈ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് ബോച്ചെട്ടിയുടെ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ബോച്ചെട്ടി വെബ്സൈറ്റിൽ ആഡ് ആവുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ആ ബാങ്ക് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിന്നിംഗ് എമൗണ്ട് 900 എന്ന് കാണാം. അവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത്, നമുക്ക് ആ എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഓൾറെഡി നമ്മളുടെ അക്കൗണ്ട് ഈ ബോച്ചെട്ടിയുമായിട്ട് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ 900 രൂപ നമുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ 500 രൂപയോ 100 രൂപയോ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ 900 രൂപ ഒരുമിച്ച് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 900 രൂപ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വിഡ്രോ ഓപ്ഷനിൽ സബ്മിറ്റ് കൊടുക്കുകയാണ്. യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ 48 hours എന്ന് ഇവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോച്ചെട്ടിയുടെ ഈ വാലറ്റ് സെക്ഷൻ വന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ വിന്നിങ്ങിൽ 0 എന്ന് കാണാം. അതായത് ബോച്ചെട്ടി അക്കൗണ്ടിൽ നിന്നും നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഓൾറെഡി ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇത് 48 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. അക്കൗണ്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബോച്ചെട്ടിയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്